പോലീസ് മർദ്ദനത്തിനെതിരെ FB പോസ്റ്റുമായി യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ്. പോലീസ് മർദ്ദനത്തിനിരയായാണ് തന്റെ പിതാവ് മരിച്ചതെന്ന് വിജയ് ഇന്ദുചൂടൻ. ലാത്തിചാർജിൽ പിതാവ് ഇന്ദുചൂടന് നട്ടലിന് പരിക്കേറ്റു, കഴുത്തിൽ ക്ഷതം സംഭവിച്ചു. കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇല്ലാതായതെന്നും വിജയ് ഇന്ദുചൂടന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രവീൺ പുരുഷോത്തമനോട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, പത്തനംതിട്ടയിൽ നിന്നാണ് ജയകിഷൻ ഈ മധുബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ചത്. അത് വലിയ വാർത്തയായിട്ട് കത്തിപ്പടർന്നു. ഇപ്പോൾ മറ്റൊരു നേതാവിന്റെ പ്രതികരണമാണ്, അത് യൂത്ത് കോൺഗ്രസ് നേതാവാണ്. വിജയ് ഇന്ദുചൂടന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എന്താണ്? ഈ സംഭവം നടന്നത് എന്നാണ്? ഏതെങ്കിലും പോലീസുകാർക്കെതിരെ വ്യക്തമായി പറയുന്നുണ്ടോ? അരുൺ, പത്തനംതിട്ട ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒരു കാലത്തെ ശക്തനായിട്ടുള്ള നേതാവായിരുന്നു ഇന്ദുചൂടൻ. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു, ഒപ്പം തന്നെ DCC വൈസ് പ്രസിഡന്റുമായിരുന്നു, KSUവിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായി നേതാവിലേക്ക് എത്തിയ ഒരു പ്രവർത്തകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ. വിജയ് ഇന്ദുചൂടൻ കഴിഞ്ഞ ദിവസം ഒരു FBയിൽ ഒരു കുറിപ്പ് ഇട്ടു. ആ കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ഇപ്പോൾ വിജയ് ഇന്ദുചൂടൻ തന്നെ നമ്മോടൊപ്പമുണ്ട്. രണ്ട് കാര്യങ്ങളാണ് അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ പോലീസിന്റെ മർദ്ദനമേറ്റ വിഷയം. മറ്റൊന്ന്, പിതാവിന് ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റത്. ആ മർദ്ദനത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് അദ്ദേഹം മരണത്തിലേക്ക് പോയതെന്നും FB പോസ്റ്റിൽ പറയുന്നു. യഥാർത്ഥത്തിൽ പിതാവിന് എന്തൊക്കെ ക്രൂരതകൾ പോലീസിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്? അല്ല, അച്ഛൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് 15 വർഷം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ 2001 യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് അടൂരിൽ അതിഭീകരമായ ഒരു ലാത്തി ചാർജ് ഉണ്ടാകുകയും അന്ന് പ്രിയപ്പെട്ട അടൂർ പ്രകാശ് അടക്കം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾക്ക് അതിമാരകമായി പരിക്ക് പറ്റുകയും, പക്ഷേ അച്ഛൻ്റെ നട്ടലടിച്ച് പൊട്ടിക്കുകയും പിന്നീട് തലയ്ക്ക് ക്ഷതമേൽക്കുകയും അതുപോലെ തന്നെ പെടലിക്ക് അതിഭീകരം ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയും പിന്നീട് ഞാൻ FBയിൽ കുറിച്ചതുപോലെ കാലക്രമേണ അച്ഛൻ ആരോഗ്യ അവസ്ഥ വളരെ മോശമാവുകയും ചെയ്തു. ഞാൻ കുറിച്ചതുപോലെ ഒരു രാത്രിയോ ഒരു പകലോ പോലും അച്ഛന് ഒരു പൂർവ്വസ്ഥിതിയിലേക്ക്, പഴയ സ്ഥിതിയിലേക്ക് ഞാൻ കണ്ടിട്ടില്ല. അതിനുശേഷം പോലീസിന്റെ ക്രൂരമായിട്ടുള്ള ലാത്തി ചാർജ് ഏറ്റ് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അതാണ് മരണത്തിലേക്ക് നയിച്ചത് പിതാവിന്. 2001 ഉണ്ടാകുന്ന ഈ ലാത്തി ചാർജിലാണ് അച്ഛനെ നട്ടൽ പൊട്ടുന്നത്. ആ നട്ടൽ പൊട്ടിയതിനു ശേഷം പിന്നീട് ഒരിക്കൽ പോലും അച്ഛനെ സ്വാഭാവികമായിട്ടുള്ള ഒരു നടത്തത്തിലോ അല്ലെങ്കിൽ പൂർവ്വസ്ഥിതിയിലോ ആരോഗ്യസ്ഥിതിയിലേക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നൊരു മനുഷ്യനല്ല. ഞാൻ അതിനകത്ത് കുറിച്ചതുപോലെ 6 അടി 2 ഇഞ്ച് ഉയരമുള്ള ഒരു നല്ലൊരു ആകാരമുള്ള ഒരു മനുഷ്യൻ. എന്തായാലും 2001 നടന്ന സംഭവമാണ്. പോലീസിന്റെ ലാത്തിചാർജിൽ അടിയേറ്റാണ് അച്ഛൻ മരിച്ചത് എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് വിജയ് ഇന്ദുചൂടന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്.